നിന്റെ വീട് നീ എത്ര വലിയ ഫില്ലറിട്ട് കെട്ടിയാലും അത് പോകും മോനെ. ഞാൻ പറഞ്ഞതല്ല മുത്തുനബി. 2 അല്ലെങ്കിലോ ഒന്നീ നിന്റെ വീട് കത്തിപ്പോകും, അല്ലെങ്കിൽ നിന്റെ വീട് ദുരന്തങ്ങൾ ഉണ്ടായി തകർന്നു പോകും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. 7 രീതിയിൽ 4 ഏത് ലോക്കറി വെച്ചാലും പോകും ആമിന. നീ എവിടെ കൊണ്ടുവച്ചാലും, ഞാൻ പറഞ്ഞതല്ല, നീ ഏത് ലോക്കറി കൊണ്ടുവച്ചോ. ഒരു ദിവസം ആമിനയുടെ വീടിന്റെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, യതീമായ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയാ 1 ഗ്രാം അല്ലാണയില്ല, അല്ലാണയില്ല, ഇതിലൊന്നുമില്ല, എൻ്റെ അടുത്തൊന്നുമില്ല. എടാ, പാവപ്പെട്ടവന് പൈസ ചോദിക്കാൻ പോകുമ്പോ അലമാരിക്കകത്ത് നോട്ട് കെട്ടി വെച്ചിട്ട് അവൻ പറയും ഒന്നുമില്ല, ഒന്നുമില്ല. നിന്റെ നാവ് കൊണ്ട് നീ അങ്ങനെ പറയല്ലേ, നിന്നെ അള്ളാഹു ഒന്നും ഇല്ലാതാക്കി കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പുറം അള്ളാഹു കാക്കുമാറാകട്ടെ. ഫാൻ ഓഫാക്കെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ അങ്ങനെ പള്ളിയുടെ പിരിവിന് പോകുമ്പോ വലിയ വലിയ സത്യം പറഞ്ഞാൽ പിരിവിന് പോകുമ്പോ ഇത്തിരി പൈസ കൈവച്ചേക്കണം. നമ്മൾ പിരിവിന് പോകുമ്പോ നമ്മുടെ കയ്യിൽ ഇത്തിരി പൈസ വെച്ചേക്കണം. കാരണം എന്തേ, ചില വീട്ടിൽ പോകുമ്പോ അവന്റെ സങ്കടം കേൾക്കുമ്പോ അങ്ങോട്ട് കൊടുക്കാൻ. ഞാനാണെങ്കിൽ ഒരു വീട്ടിൽ പിരിവിന് പോയി, ഓന്റെ വീടിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടിയുടെ ഇൻഷുറൻസ് തന്നെ ലക്ഷങ്ങൾ വേണം. ആ ഇൻഷുറൻസ് തന്നെ ലക്ഷങ്ങൾ വേണം. അവസാനം അവന്റെ വീട്ടിൽ പോയിരുന്നപ്പോ അവ സങ്കടം പറയാ. എന്റെ വീടിന്റെ മുമ്പിൽ 2 വണ്ടി കിടക്കുന്നുണ്ട്. ഓന്റെ സങ്കടം കേട്ടപ്പോ ഞാൻ തന്നെ ദുആ ചെയ്തു, അള്ളാഹുവേ ഈ മനുഷ്യന്റെ ദാരിദ്ര്യം നീ മാറ്റി കൊടുക്കണേ അള്ളാഹ്. അവനെ കൊണ്ട് ഞാൻ ആമീൻ പറയിപ്പിച്ചു. കാരണം അത്രയും കള്ളത്തരം. എടോ, നിങ്ങൾക്കറിയോ, കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് സ്വന്തം മുഖം നോക്കിയിട്ട് നമ്മൾ തന്നെ പറയരുത് ഗ്ലാമർ വെച്ചു എന്ന്. പറയാൻ പാടില്ല. എനിക്ക് ഗ്ലാമർ ഉണ്ടല്ലോ, ഇത്തിരി ഗ്ലാമർ കൂടുതലാണെന്ന് നമ്മൾ പോലും കണ്ണാടി നോക്കിയിട്ട് പറയാൻ പാടില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറയാൻ പാടുണ്ടോ? ഉണ്ടോ താത്തമാരെ? കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നിന്റെ മുഖം നോക്കിയിട്ട് നിനക്ക് ഗ്ലാമർ ഉണ്ടെന്ന് നീ പറയരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി. എന്തെന്നറിയോ, വീടിന്റെ മുമ്പില് ഒരു വാഴക്കൊല കൊലച്ച് നിൽക്കുക. ഒരു ഉമ്മാമ റോഡിൽ കൂടെ പോകുമ്പോ പറഞ്ഞു, ഇത് എന്തൊരു വാഴയാ അല്ലാ, എന്തൊരു കൊലയാ അല്ലാ, നിന്ന നിപ്പിന് പിഴത്തില്ലേ. അങ്ങനെ ഒരു വാഴ നിന്നതിന്റെ അടയാളം പോലും കാണാത്ത രീതി കരിഞ്ഞു പോകത്തില്ലേ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ ഉളുഹിയ്യത്ത് മൃഗത്തെ വാങ്ങാൻ പോയി. ഉളുഹിയ്യത്ത് മൃഗത്തെ വാങ്ങാൻ പോയപ്പോ അച്ചായൻ പറയുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോ ഒരു പോത്ത് നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് ഉളുഹിയ്യക്ക് പറ്റത്തില്ല. അപ്പൊ ചോദിച്ചെന്തേന്ന്. അദ്ദേഹം പറഞ്ഞു, ഒരുത്തൻ നോക്കാൻ വന്നൊരു കച്ചവടക്കാരൻ പോത്തിനെ വന്ന് വിലയൊക്കെ പറഞ്ഞു, പക്ഷെ വില ഉറച്ചില്ല. അപ്പൊ പറഞ്ഞു, എന്തൊരു വാല, നല്ല രസമുണ്ടെന്ന്. ഇത്രേ പറഞ്ഞുള്ളൂ. എന്റെ ഒരു അനുഭവം. അദ്ദേഹം പറഞ്ഞു, ഈ വന്നവൻ പറഞ്ഞു, എന്തൊരു വാല ഈ പോത്തിന്, കാണാൻ നല്ല രസമുണ്ടെന്ന്. ഓൻ പറഞ്ഞിട്ട് അങ്ങ് പോയി. പിറ്റേ ദിവസം കാക്ക വന്ന് കുത്തിക്കിട്ടാൻ അതിന് മുറിഞ്ഞു. അവസാനം ആ വാല് മുഴുവൻ അറ്റുപോയി. അവന്റെ ഒരു വാക്ക്, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. ഇത് എന്റെ ജീവിതത്തിലൊരു അനുഭവമാണ്. ഇതുപോലെ നമുക്ക് പല അനുഭവം ഉണ്ട്. അപ്പം അത് അവരുടെ കുറ്റമല്ല, ചിലരുടെ നാവിന്റെ പ്രശ്നമാണ്. അപ്പൊ നീ തന്നെ കണ്ണാടി, ഞാൻ തന്നെ പോയി കണ്ണാടി നോക്കിയിട്ട് അല്ലാ ഗ്ലാമർ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്റെ നാവ് തന്നെ എതിരാണെങ്കിൽ എന്തിനാ വെളുക്കാൻ തെച്ചത് പാണ്ട എന്ന് പറയണമല്ലോ, സ്വന്തം മേടിക്കണത്. അതുകൊണ്ട് നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണമെന്നാ. എടാ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ പൈസ ഇല്ലേ കൊടുക്കണേ, എന്തിനാ കള്ളത്തരം പറയണേ? വീടിന്റെ മുന്നിൽ വരുമ്പോ വീടിനകത്ത് വെച്ചിട്ട് പറയും, എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല. അല്ലാഹു അഅലം. ഒന്നുമില്ലാതാക്കി കളയും പടച്ചവൻ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഈ സക്കാത്തൊക്കെ കൊടുക്കാത്ത താത്ത എവിടെ കൊണ്ടുവച്ചാലും താത്താടുത്ത് പറഞ്ഞ് യതീമായ കുട്ടിയുടെ കല്യാണം, ഓ ഒന്നുമില്ല. വയല് കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോ വാതില് തുറന്നു കിടക്കണു. താത്ത ഓടിച്ചെന്ന് നോക്കിയപ്പോ അലമാരി തുറന്നു കിടക്കണു. പിറ്റേ ദിവസം പോലീസുകാര് വന്നപ്പോ ആമിനാത്ത പറയാ, 25 പവൻ സ്വർണം പോയി. 25 പവൻ സ്വർണം പോയി, 2 ലക്ഷം രൂപ പോയി. ഇവളാ പറഞ്ഞത് ഒന്നുമില്ലാന്ന്. ഈ താത്തായ യതീം വന്നപ്പോ എന്ത് പറഞ്ഞേ, 1 ഗ്രാം പോലും തരാനില്ലാന്ന്. എവിടെ കൊണ്ടുവച്ചാലും പോകും ആമിനാത്ത. ആമിനാത്ത പേടിക്കണ്ട കേട്ടോ. ആമിനാന്ന് പേരുള്ള താത്ത വിചാരിക്കുന്ന ഓളം പറഞ്ഞാന്ന്. ഏത് പെണ്ണാണെങ്കിലും സൂക്ഷിച്ചോ, അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലെങ്കിൽ ആ അബൂബക്കർ തങ്ങൾ പറയുകയാ, കൂട്ടിവെച്ചോ, സർവ്വതും കൂട്ടിവെച്ചോ. എന്തിനാണെന്നറിയോ? മരുന്ന് വാങ്ങാൻ.
എന്തിനാ? ആർക്കും കൊടുക്കാതെ നീ വെച്ചോ. എന്തിനാ? കിഡ്നി പോയാ മരിക്കണ കാലം വരെ വിറ്റ് പറക്കണ്ടേ? വല്ല ക്യാൻസറും വന്ന സർവ്വതും വെച്ച് എല്ലാം വിറ്റ് പറക്കിയിട്ട് പിന്നെ തെണ്ടാ നടക്കണ്ടേ? എടാ, സക്കാത്ത് കൊടുക്കാത്തവന്റെ സമ്പാദ്യം അത് ഹോസ്പിറ്റലിൽ ചെലവഴിച്ച് തീരും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. നബിതങ്ങൾ പറഞ്ഞില്ലേ, എനിക്ക് ചില അടിമകളുണ്ട്. അള്ളാഹു പറയുകയാ, എനിക്ക് ചില അടിമകളുണ്ട്. അവർക്ക് രോഗം വന്നാൽ അവര് മരുന്ന് കഴിക്കൂല. അവർക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അവർ മരുന്ന് കഴിക്കൂല. അവര് സദക്ക കൊണ്ട് ചികിത്സിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് സദക്ക കൊടുത്തിട്ട് ചികിത്സിക്കും രോഗം മാറാൻ. മഹാനായ മുബാറക് റളിയല്ലാഹു തആല അൻഹു, മഹാനായ മുബാറക് തങ്ങളുടെ മുന്നിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ കാലിൽ ഒരു രോഗം. കേക്കടോ സഹോദരാ, എന്റെ കാലിൽ ഒരു രോഗം. ആ രോഗം ഇങ്ങനെ പടരുകയാ, ഒരു വ്രണം പോലെ വന്നിട്ട് ആ രോഗം ഇങ്ങനെ പടരുകയാ. 7 കൊല്ലമായി എന്തു മരുന്ന് കഴിച്ചിട്ട് മാറണില്ല. മുബാറക് തങ്ങൾ പറയാ, ഒരാള് വന്നിട്ട് പറയുന്നു, എന്റെ കാലിൽ ഒരു രോഗം വന്നിട്ട് എന്തു മരുന്ന് കഴിച്ചിട്ടും ഞാൻ എവിടെല്ലാം കൊണ്ട് ചികിത്സിച്ചിട്ടും മാറുന്നില്ല. 7 കൊല്ലമായി. മരുന്ന് ഞാൻ പറഞ്ഞു തരാം. ഉസ്താദേ, എനിക്കൊരു നടുവിന് വേദന, എനിക്ക് അവിടെ ഒരു വേദന, ഇവിടെ ഒരു വേദന, എനിക്കൊരു പ്രയാസമുണ്ട്, വർഷങ്ങളായി എന്തു മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല ഉസ്താദേ, മരുന്ന് ഞാൻ പറഞ്ഞു തരാം. മഹാനായ മുബാറക് തങ്ങൾ പറഞ്ഞു കൊടുത്തു, ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള സ്ഥലത്ത് പോയിട്ട് ഒരു കിണർ കുഴിച്ചു കൊടുക്കാൻ. ആ മനുഷ്യനോട് എന്താ പറഞ്ഞേ? ജനങ്ങൾക്ക് വെള്ളം കിട്ടാൻ പ്രയാസമുള്ള സ്ഥലത്ത് പോയിട്ട് നീ ഒരു കിണർ കുഴിച്ചു കൊടുക്ക്, നിന്റെ രോഗം മാറും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ മനുഷ്യൻ അങ്ങനെ ഒരു കിണർ കുഴിച്ചു കൊടുത്തു, അദ്ദേഹത്തിന്റെ കാലിന്റെ രോഗം മാറി. ഇതാണ് സദക്ക, ഇതാണോ കാരുണ്യ പ്രവർത്തനം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ ഇരിക്കുന്നവർ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യണം. അതിന് പാവപ്പെട്ടവർക്ക് എന്തുമാകട്ടെ, ഒരു ചെറിയ ഒരു നന്മയാകട്ടെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, 11 മണിയായി ഞാൻ നിർത്തുക.